ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ ചർച്ചയിലുള്ളത് അൻസാരി സുഹി ഉസ്താദാണ്. ഉസ്താദിൻ്റെ ന്യൂസ് ചാനലായ 25 ന്യൂസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉസ്താദ് സമകാലികമായ പല വിഷയങ്ങളിലും ഒരുപാട് മുമ്പും പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പറയുന്നത് നമുക്ക് കേൾക്കാം. വർത്തമാനകാല കേരളം ഒരു മുസ്ലിം പണ്ഡിതനിലേക്ക് ഉറ്റുനോക്കുകയാണ്. അതെ, കേരളത്തിന് ഇനി ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത നാമധേയം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വർത്തമാനകാല കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ തൻ്റെതായ കൈയൊപ്പ് ചാർത്തിയ മുഴുവൻ അഗ്രസരായ സാമൂഹ്യ പ്രവർത്തകരും മാത്സര്യ ബുദ്ധിയോടുകൂടി ഒരു പണ്ഡിതന്റെ പേരും ചിത്രവും പങ്കുവെക്കുകയാണ്. അതെ, സുൽത്താൻ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മനുഷ്യത്വത്തിന്റെ, കരുണയുടെ, മാനവിക മൂല്യങ്ങളുടെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഉദാഹരണമായി കേരളക്കാരന്റെ ഹൃദയങ്ങളിൽ പതിഞ്ഞ ചിത്രമായി മാറുകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ തടവറയിൽ കാരാഗ്രഹത്തിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന നിമിഷപ്രിയ എന്ന യുവതിക്ക് വേണ്ടി 90 വയസ്സ് പിന്നിട്ട വയോവൃദ്ധനായ മുസ്ലിം പണ്ഡിതൻ തന്റെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ചുകൊണ്ട് യമൻ ഭരണാധികാരികളോട് നൈരന്തര്യമായി ഇടപെട്ടതിന്റെ ഭാഗമായി താൽക്കാലികമായി വധശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. കരുണീയവും അനുകരണീയവുമായ ഇത്തരം മാതൃകൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ഇതാദ്യമല്ല. 2008 ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡിന് അർഹനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ തെരഞ്ഞെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട വയലാർ രബിയുടെ മഹനീയമായ സന്നിധിയിൽ വെച്ച് 25 ലക്ഷം രൂപ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഉപഹാരമായി നൽകുമ്പോൾ അതിൽ 2 ലക്ഷം രൂപ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരജവാനായ സന്ദീപ് ഉണ്ണികൃഷ്ണനും ഹേമന്ത് കർക്കറക്കും അവരുടെ കുടുംബത്തിന് നൽകി ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുകരണീയമായ മാതൃകയായിരുന്നു. കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ താരാട്ടുപാട്ട് കേട്ടിറങ്ങേണ്ട പ്രായത്തിൽ പിഞ്ചുമാല്യങ്ങൾ വെടിയൊച്ചകൾ മാത്രം കേൾക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യവാന്മാരാണെന്നറിഞ്ഞ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ ചെന്ന് ആ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി മനസ്സിലാക്കി. ഒരു സമൂഹം മെച്ചപ്പെട്ട രീതിയിൽ ഉയരണമെങ്കിൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല മാനദണ്ഡമെന്ന് മനസ്സിലാക്കി നൂറുകണക്കിന് വരുന്ന കാശ്മീർ വിദ്യാർത്ഥികളെ കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ കൊണ്ടുവന്ന് ആഹാരവും അറിവും അക്ഷരപാഠവങ്ങളും ജീവിതത്തിന്റെ ലക്ഷ്യവും മനസ്സിലാക്കി കൊടുത്ത കാലയളവിൽ ബഹുമാനപ്പെട്ട കാന്തപുരത്തോടുള്ള അന്ധമായ വൈര്യം കൊണ്ട് കാന്തപുരത്തിന്റെ കാശ്മീർ തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞവർ തന്നെയാണ് ഇന്ന് കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അതിന്റെ മേലൊന്നും മുഖം തിരിച്ചു നിൽക്കാതെ മുന്നോട്ട്. അതുകൊണ്ട് ഇന്ന് കാശ്മീരിൽ നിന്ന് ഉയർന്നു വന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യയുടെ ഉത്തമരായ പൗരന്മാരാണ്. രാജ്യത്തിന്റെ പട്ടാളത്തിൽ, നേവിയിലടക്കം സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന നൂറുകണക്കിന് വരുന്ന കാശ്മീർ പൗരന്മാർ. അതുകൊണ്ട് തന്നെ കേരള ജനത ഒരേ സ്വരത്തിൽ പറയും, ദ റിയൽ ഹീറോ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഭൂതകാല ഇന്ത്യയിലും വർത്തമാനകാല ഇന്ത്യയിലും ഇന്ത്യയുടെ യശസ് ഉയർത്താൻ വേണ്ടി ഇന്ത്യക്കൊപ്പം നിന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സമൂഹവും. പക്ഷേ തീവ്രവാദത്തിന്റെ ഡെഫിനിഷൻ ഇന്ത്യയിൽ മുസ്ലിം എന്നാണ്. നമുക്ക് നോക്കാം, ആരാണ് യഥാർത്ഥ തീവ്രവാദി? വർത്തമാനകാല ഇന്ത്യയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ 25 ന്യൂസ് പുറത്തുവിടുന്നു. 25 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി 25 ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീണ്ടും പാക് ചാരന്മാർ അറസ്റ്റിൽ. ബംഗാളിൽ പിടിയിലായ മുകേഷും രാകേഷും നല്ലവരായ ഉണ്ണി. ISIക്ക് സിം കാർഡ് നൽകിയത് മുകേഷും രാകേഷുമാണ്. ഇവർ രണ്ടുപേരും മദ്രസയുടെ 100 മീറ്റർ അകലെയാണ് താമസിക്കുന്നതെന്ന വിവരം ഈ സമയം പുറത്തു വരുന്നു. ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. വീണ്ടും പാക് ചാരൻ വരയിൽ പിടിയിലായത് സൈനികൻ ദേവീന്ദർ സിംഗ് ആണ്. ഇദ്ദേഹം 2 വർഷം മുമ്പ് ഒരു മദ്രസയുടെ സമീപത്തു കൂടി പോയിരുന്നു എന്ന വാർത്ത ഈ സമയം പുറത്തു വരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഓപ്പറേഷൻ സിന്ദൂറിനിടയിലും ചാരപ്പണി. നാവികസേന ഉദ്യോഗസ്ഥന്റെ അറസ്റ്റിൽ. വിശാൽ യാദവാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഉൾപ്പെടെ വർഷങ്ങളോളം പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ കേസിലാണ് വിശാൽ യാദവ് അറസ്റ്റിലായത്. ഇദ്ദേഹം ഇന്നുവരെ മദ്രസയുടെ 7 അയലത്ത് പോലും പോയിട്ടില്ല എന്ന വിവരവും പുറത്തു വരുന്നു. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. വയനാട് ബത്തേരി സ്വദേശി ഇസ്രയേലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കോളിയാടിയിലെ ജിനേഷ് P സുകുമാരനാണ് മരിച്ചത്. 80 വയസ്സുകാരിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഞെട്ടിക്കുന്നൊരു വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു. 36 കോടി രൂപയുടെ മയക്കുമരുന്നുമായി പ്രവാസി മലയാളി പാലക്കാട് സ്വദേശി മുരളീധരൻ നായർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. നെടുമ്പാശ്ശേരി. സിംബാബ്വേയിൽ നിന്ന് ദോഹ വഴി കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച 36 കോടി രൂപ വിലയുള്ള 18 കിലോ മയക്കുമരുന്നുമായി പ്രവാസി അറസ്റ്റിൽ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയിലെ കണ്ണിയാണ് പാലക്കാട് സ്വദേശി മുരളീധരൻ നായർ, 44 വയസ്സ്. ഇദ്ദേഹം മദ്രസയുടെ 2 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്നു എന്നുള്ളത് കേസിന് വഴിത്തിരിവാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു കൗതുക വാർത്തയാണ്. തന്റെ പുഞ്ചിരി കൊണ്ട് തഞ്ചത്തിൽ കൊഞ്ചി മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിയെ കുറിച്ചാണ്. ആശ്രമത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന. സ്വയം പ്രഖ്യാപിത യോഗാ ഗുരു അറസ്റ്റിൽ.
മറ്റൊരു വാർത്ത കൂടി സമയം പുറത്തു വരുന്നു. സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു. പത്മശ്രീ ജേതാവായ സന്യാസിക്കെതിരെ ബലാത്സംഗ പരാതി. ഈ വൈകിയ വേളയിൽ ഇനി ഉറങ്ങിയില്ലെങ്കിൽ ജുമായുടെ 2 ഖുതുബക്കിടയിൽ മിമ്പറിൽ നിന്ന് ഉറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. 25 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും ഇൻഷാ അല്ലാഹ്.